بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. قال الإمام البخاري رحمه الله: حدثنا عبد الرحمن بن المبارك قال حدثنا حماد بن زيد قال حدثنا أيوب ويونس كلاهما عن الحسن عن الأحنف بن قيس قال رضي الله عنه وعنهم قال أنه قال: ذهبت لأنصر هذا الرجل فلقيني أبو بكرة فقال: أين تريد؟ قلت: أنصر هذا الرجل. قال: ارجع فإني سمعت رسول الله صلى الله عليه وسلم يقول: إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار. فقلت: يا رسول الله، هذا القاتل، فما بال المقتول؟ قال: إنه كان حريصا على قتل صاحبه. ഈ ഹദീസിൻ്റെ മത്തിന് വളരെ വിശദമായി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ഹദീസിലെ റാവികളെ സംബന്ധിച്ചാണ്. ഈ ഹദീസിൽ 7 റാവികളാണുള്ളത്. ഇമാം ബുഖാരിയുടെ ഗുരു അബ്ദുറഹ്മാൻ ബിനുൽ മുബാറക് എന്ന് പറയുന്ന മഹാനാണ്. അവരുടെ പിതാവിൻ്റെ പിതാവ് അബ്ദുള്ള എന്നവരാണ്. അവരെ കബീല അൽ ഐഷി എന്നാണ് പറയുന്നത്. ബിഫത്തിൽ ഐനിൽ മുഹ്മല വസുക്കൂനിൽ യായി അൽ ഐഷി. അവരെ സംബന്ധിച്ച് അബൂ മുഹമ്മദ് എന്നും അബൂ ബക്കർ എന്നും അവർക്ക് സ്ഥാനപ്പേരായി നൽകലുണ്ട്. ഈ അബ്ദുറഹ്മാൻ എന്നവർക്ക്, അബ്ദുറഹ്മാൻ ബിൻ മുബാറക് എന്നവർക്ക്. അവരുടെ ഉസ്താദന്മാർ വഹ്ബ് ബിൻ ഖാലിദ്, ഹമ്മാദ് ബിൻ സയ്യിദ് പോലെയുള്ള പ്രമുഖരാണ്. അവരുടെ ശിഷ്യൻ ഒന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ, പിന്നെ അബൂ സുർഅ, അബൂ ദാവൂദ്, അബൂ ഹാത്തിം, ഇങ്ങനെയുള്ള മഹാന്മാരെല്ലാം അവരുടെ ശിഷ്യന്മാരാണ്. അബൂ ഹാത്തിം പറയുന്ന മഹാന്മാർ പറയുന്നത് സ്വദൂഖുൻ, വളരെ അധികം ഹദീസിൽ സത്യസന്ധത ഉടയവരാണ്. ഇവർ ഇമാം നസായിയും അബ്ദുറഹ്മാൻ മുബാറക് തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നസായിയുടെ നേരിട്ടല്ല, നസായിയുടെയും അബ്ദുറഹ്മാൻ മുബാറക്കിൻ്റെയും ഇടയിൽ മറ്റൊരാളുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ മുബാറക്കിനെ തൊട്ട് ഇമാം മുസ്ലിം ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരുടെ വഫാത്ത് നടക്കുന്നത് ഹിജ്റ 229 അല്ലെങ്കിൽ ഹിജ്റ 228 അഭിപ്രായ വ്യത്യാസമുണ്ട്. അബ്ദുറഹ്മാൻ മുബാറക് എന്നവരുടെ ഉസ്താദായി വരുന്നത് ഹമ്മാദ് ബിൻ സയ്യിദ് എന്നവരാണ്. ഹമ്മാദ് ബിൻ സയ്യിദ് ബിൻ ദിർഹം, അബൂ ഇസ്മായില അൽ അസ്റഖോ അൽ അസ്ദിയോ അൽ ബസരിയോ. അവർ ആദ്യം അടിമകളായിരുന്നു, പിന്നീട് ഇത്ഖ് ചൊല്ലിയവരാണ്. അവരുടെ ഉസ്താദ് സാബിത്തുൽ ബുനാനിയുണ്ട്, ഇബ്നു സീരി മുഹമ്മദ് ബിൻ സീരീനുണ്ട്, അംർ ബിൻ ദീനാറുണ്ട്, യഹ്യൽ ഖത്താറുണ്ട്, അയ്യൂബ് സുഖ്തിയാനുണ്ട്. അതുപോലെയുള്ള മഹാന്മാരായ വലിയ വലിയ മുഹദ്ദിസീങ്ങളാണ് അവരുടെ ഉസ്താദന്മാർ. അവരുടെ ശിഷ്യന്മാരായിട്ട് സുഫിയാൻ ബിൻ ഉയൈനയുമുണ്ട്, സുഫിയാനു സൗരിയുണ്ട്, അബ്ദുല്ലാഹി ബിൻ മുബാറക് ഉണ്ട്, ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ മുബാറക് ഉണ്ട്, യഹ്യൽ ഖത്താനുണ്ട്, വക്കീ എന്നവരുണ്ട്. അതുപോലെയുള്ള ധാരാളം മഹാന്മാരുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഇമാം, അവർ പറയുന്നത് അയിമ്മത്തുന്നാസി ഫീ സമാനിഹിം അർബഅ, ഓരോരോ കാലത്ത് ഉള്ള ഇമാമിയങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഇമാമിയങ്ങൾ 4 പേരാണ്. ഒന്ന് സുഫിയാനു സൗരി ബിൽ കൂഫ, കൂഫയിൽ സുഫിയാനു സൗരി, ഹിജാസിൽ ഇമാം മാലിക്, ഷാമിൽ ഇമാം ഔസാഇ, ബസറയിൽ ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ഇമാം സയ്യിദ
അപ്പോൾ ഒരു കാലത്ത് ലോകത്തുണ്ടായിരുന്ന 4 മഹാന്മാർ, കൂഫയിൽ സുഫിയാനു സൗരി, ഹിജാസിൽ ഇമാം മാലിക്, ഷാമിൽ ഔസാഇ, ബസ്റയിൽ ഹമ്മാദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹും വനഫഅനാ ബിഉലൂമിഹിം. അബ്ദുറഹ്മാൻ അൽ മഹ്ദി പറയാണ്, വമാ റഅയ്തു അഅലമ മിൻ ഹമ്മാദ് ബിൻ സൈദിൻ വലാ സുഫിയാന വലാ മാലികിൻ. ഹമ്മാദ് ബിൻ സൈദ്, സുഫിയാൻ സൗരി, മാലിക് റളിയല്ലാഹു അൻഹു ഇവരെക്കാളും വലിയൊരു അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹമ്മാദ് ബിൻ സൈദ് കാന സിഖതൻ സബതൻ ഹുജ്ജതൻ കസീറൽ ഹദീസ്. ഹമ്മാദ് ബിൻ സൈദിൻ്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ മുബാറക് അവര് ഹമ്മാദ് ബിൻ സൈദിനെ മദ്ഹ് ചെയ്തുകൊണ്ട് പാടുമായിരുന്നു, അയ്യൂഹ ത്വാലിബു ഇൽമ യതി ഹമ്മാദ് ബിൻ സൈദ് ഫഖുദിൽ ഇൽമ ബിഹിൽമി ثم قيده بقيد وضع البدعة من آثار عمرو بن عبيد. അവർ മദ്ഹായി പാടുന്ന വൈത്താണത്. ഇൽമ് തേടുന്ന വിദ്യാർത്ഥിയെ നീ ഹമ്മാദ് ബിൻ സൈദിൻ്റെ അടുത്ത് പോയിക്കോ, എന്നിട്ട് അവിടെ വെച്ച് വളരെ ഒതുക്കത്തോടു കൂടെ ഇൽമിനെ പിടിച്ചോ, എന്നിട്ട് ആ ഇൽമിനെ ശരിക്കും നീ ചങ്ങലക്കിടുകയും ചെയ്തോ, എഴുതി വച്ചോ. അംർ ബിൻ ഉബൈദിൻ്റെ ആസാറുകളാകുന്ന കുറേ ബിദ്അത്തുകളുണ്ട്, അത് മുഴുവനും വിട്ടാളാ. അംർ ബിൻ ഉബൈദിനെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ. അംർ ബിൻ ഉബൈദ് വാസിൽ ബിൻ അത്താഇൻ്റെ കൂടെ കൂടി ഹസൻ ബസ്രിയോട് മത്സരിച്ച് മുഅ്തസിലി മതം നിർമ്മിച്ച ആളാണ്. അംർ ബിൻ ഉബൈദിനിക്കുള്ള ഏറ്റവും വലിയ അപകടം, ലോകത്തുള്ള പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ധർമ്മിഷ്ഠനായിരുന്നു, വലിയ അറിവുള്ള ആളായിരുന്നു, ബുദ്ധിമാനായിരുന്നു, ഒതുക്കുള്ള ആളായിരുന്നു, സാഹിദായിരുന്നു, ആബിദായിരുന്നു എന്നൊക്കെ പറയാം അംർ ബിൻ ഉബൈദ്. പക്ഷേ മുബ്തദിയായിരുന്നു. അങ്ങനെ പേക്കാനുള്ള കാരണം, അംർ ബിൻ ഉബൈദ് പേക്കാനുള്ള കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ ഒരു ഉസൂലായിരുന്നു എല്ലാം പഠിക്കണം എന്നുള്ളത്, എല്ലാം പഠിക്കണം. അങ്ങനെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയി പഠിച്ചിരുന്നു. മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പല പണ്ഡിതന്മാരടുത്തും പോയിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഏതെല്ലാം ആളുകളടുത്ത് എന്തെല്ലാം മതങ്ങളുണ്ടോ അതൊക്കെ പഠിക്കുന്ന ആളായിരുന്നു. അങ്ങനെ എല്ലാത്തിലും കഴിഞ്ഞിട്ട് ഒരു കുരുത്തും പൊരുത്തുള്ള ഇമാമിങ്ങളെ അടുത്ത് ഒതുങ്ങി നിന്ന് പഠിക്കേണ്ടതിന് പകരം എല്ലാം വായിച്ചു, എല്ലാം പഠിച്ചു, ലോകം മനസ്സിലാക്കണ്ടേ എന്ന ചിന്താഗതി കൂടായി അത്യാവസാനം അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ ബിദ്അത്തുകാരായ മുഅ്തസിലത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ആളായി മാറി. പരിശുദ്ധ അയിമ്മത്തിനിക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനിക്ക് വെറുക്കപ്പെട്ട ആളായി മാറി. അതിനുള്ള കാരണം ഇതാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഈ നയം. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ അസ്ല് ശരിയല്ലായിരുന്നു. മഹാന്മാർ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ പിതാവ് വനീമത്ത് മുതലിൽ നിന്ന് കട്ടെടുത്തതായിരുന്നു. പിതാവ് എന്നെ പറയുന്നുണ്ട് എൻ്റെ മോൻ നന്നാവൂല, കാരണം ഓൻ്റെ അസ്ല് ശരിയല്ല എന്ന് പിതാവ് എന്നെ പറയലുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട്. എന്തായാലും ചിന്തിക്കേണ്ട വിഷയത, പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ച് പോവലിനുള്ള കാരണമാണ്. എല്ലാവരും പറഞ്ഞ് കേൾക്കണ്ടേ, ഏതാണ് ശരി എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. നേരെ മറിച്ച് ശരി സുന്നത്ത് ജമാഅത്താണ്, ആ ശരി തന്നെയാണ് ശരി എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നിൽ കൂടുന്നതിന് പകരം എനിക്ക് ഏതാണ് ശരിയാണെന്ന് ബോധപ്പെടണ്ടേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശരി തിരഞ്ഞു നടന്നാൽ ശരിയിലേക്ക് എത്തൂല. സ്വയം ശരി മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കിയാൽ ആ സ്വയം ശരി മനസ്സിലാക്കാൻ കഴിയൂല. മറ്റുള്ള അയിമ്മത്തിനെ പുച്ഛിക്കലിലേക്കും മറ്റുള്ളവർ പുച്ഛിക്കുന്നതിന് ഇവനിക്ക് രസമായി തോന്നുകയും അങ്ങനെ ഇസ്ലാമിൽ നിന്ന് പ്രത്യേകിച്ചും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറിച്ചു പോകേണ്ട അവസ്ഥ വരും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ.
ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഹിജ്റ 98, വഫാത്ത് ഹിജ്റ 179 81 വയസ്സുണ്ട് അവർക്ക് ശിഷ്യന്മാരും ഉസ്താദന്മാരുമായി ധാരാളം വലിയ വലിയ മഹാന്മാരുള്ളവരാണ് ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, പ്രത്യേകിച്ച് മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ രണ്ടഭിപ്രായമില്ലാത്തവരാണ്. അവർ എല്ലാ നിലക്കും ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യനാണ് എന്നുള്ള വിഷയത്തിൽ ഇത്തിഫാഖുള്ളവരാണ്. നമ്മുടെ ഈ സനദിൽ മൂന്നാമതായി വരുന്നത് അയ്യൂബ് എന്നവരാണ്. അയ്യൂബ് സുഖ്തിയാനി, അവരെ സംബന്ധിച്ച് വിശദമായ ചർച്ച നാം ചെയ്തിട്ടുണ്ട്. നാലാമതായി വരുന്നത് യൂനുസ് ബിൻ ഉബൈദ് ബിൻ ദീനാർ അൽ ബസരി എന്ന് പറയുന്ന യൂനുസ് എന്നവരാണ്. യൂനുസ് എന്നവർ താബിഇയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്, സ്വഹാബിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു അവിടെയും ശിഷ്യനാണ്. അതുപോലെ മഹാന്മാരായ പല താബിഈങ്ങളെയും കണ്ടവരാണ്. അവിടെ ശിഷ്യന്മാരായിട്ട് സുഫിയാനു സൗരി ഉണ്ട്, ഹമ്മാദ് ബിൻ സയ്യിദ് ഉണ്ട്. രണ്ട് ഹമ്മാദുകളുണ്ട്. ഹമ്മാദ് ബിൻ സയ്യിദും മുമ്പ് പറഞ്ഞൊരു ഹമ്മാദ് ഉണ്ട്, ഇപ്പം നിസ്ബോർമില്ല. അങ്ങനെ അവരല്ലാത്ത ധാരാളം മഹാന്മാർ അവരുടെ ശിഷ്യന്മാരായിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവും യഹ്യ അൽ ഖത്താൻ റളിയല്ലാഹു അൻഹുവും പറയുന്നത് സിഖത്തുൻ. യൂനുസ് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ യോഗ്യനാണ്. അവരുടെ വഫാത്തുള്ളത് 139 ഹിജ്റ. അഞ്ചാമതായി നമ്മുടെ സനദിൽ വരുന്നത് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവാൻ. അബൂ സഈദ് അൽ ഹസൻ ബിൻ അബിൽ ഹസൻ അൽ അൻസാരി. ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവാണ്. ഹസൻ ബസരി റളിയല്ലാഹു ഇമാമിങ്ങൾ പറയുന്നത് അൽ ഇമാമുൽ ജലീലു അത്താബിഇയ്യു ശൈഖുൽ മുഹദ്ദിസീൻ والفقهاء والمتورعين والبكائين والصوفياء. മുഹദ്ദിസീങ്ങളുടെ ശൈഖാണ്, ഫുഖഹാക്കളുടെ ശൈഖാണ്, വറഉള്ളവരുടെ ശൈഖാണ്, കരയുന്നവരുടെ ശൈഖാണ്, സൂഫിയത്തിൻ്റെയും ശൈഖാണ് അവര്. ലഖിയ അലിയൻ റളിയല്ലാഹു അൻഹു വഅഖദ മിൻഹുൽ ഹദീസ വതരീഖത തസവ്വുഫി. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അലിയുടെ വക്കൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. അലി നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വക്കൽ നിന്ന് തസവ്വുഫിലെ ത്വരീഖത്ത് സ്വീകരിച്ചവരുമാണ്. മഹാന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു വക്കൽ നിന്ന് ഹദീസ് പിടിച്ചിട്ടുണ്ടോ, ത്വരീഖത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. എന്നാൽ റാജിഹായ അഭിപ്രായം, സ്വഹീയായ അഭിപ്രായം, അല സ്വഹീഹി എന്ന എതിരഭിപ്രായത്തിലേക്ക് ശക്തിയില്ല. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു വക്കൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്, ത്വരീഖത്ത് വാങ്ങിയിട്ടുമുണ്ട്. കാരണം അലി റളിയല്ലാഹു അൻഹു മദീനയിൽ ഖലീഫയായി ബയ്യത്ത് ചെയ്യുമ്പോൾ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനക്ക് 14-15 വയസ്സുണ്ട്. അങ്ങനെ അവിടെ വെച്ചാണ് പിന്നെ അലി റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് മാറുന്നത്. അപ്പോൾ കൂടുതൽ കാലം പിന്നീട് കൂടെ ഉണ്ടായിട്ടില്ലെങ്കിലും ഹസൻ ബസരിയുടെ പഠിക്കുന്ന കാലമായ ആ 14-15 വയസ്സിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടെ മദീനയിലുണ്ട്. പിന്നീട് അലി റളിയല്ലാഹു അൻഹു മദീന വിട്ടു കൂഫയിലേക്ക് മാറി താമസിച്ചു. അതാണ് എതിരാളികൾ പറയുന്നത് ഹസൻ ബസരി അലി റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. കാരണം ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറുപ്പം വലിയ അത്ഭുതകരമായ ഒരു ജീവിതമായിരുന്നു. മഹാന്മാരായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയാണ്, ലം യകും മിൻ വൈരി സ്വഹാബ അസ്ബഹു ബിഹിം മിനൽ ഹസൻ. സ്വഹാബികൾ എല്ലാത്തവരിൽ നിന്ന്
സ്വഹാബത്തിനോട് ഏറ്റവും തുല്യമുള്ള ഒരാളായിട്ട് ഹസൻ ബസ്രി അല്ലാതെ വേറെ ആളും ഉണ്ടായിരുന്നില്ല. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ കലാം ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ? മൻ ഹാദല്ലദീ യതകല്ലമു ബികലാമി സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളുടെ കലാം കൊണ്ട് സംസാരിക്കുന്ന ഈ ആൾ ആരാണ് എന്നാണ് ചോദിച്ചത്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഉമ്മ ഹൈറ, ഉമ്മാൻ്റെ പേര് ഹൈറ, അടിമയായിരുന്നു ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അടിമയായ ഹൈറ ഉമ്മു സലമക്ക് ഖിദ്മത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല ഭാഗത്തേക്കും പറഞ്ഞയക്കും. അപ്പോൾ കുട്ടിയായ ഹസൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്താണ് ഉണ്ടാവുക. കുട്ടി കരയുമ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹസൻ എന്ന കുട്ടിക്ക് ഉമ്മു സലമയുടെ മുല വായിലിട്ട് കൊടുക്കുകയും അത് ഈമ്പുകയും അതിൽ നിന്ന് ധാരാളമായി പാല് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ പാല് കുടിച്ചാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി വളരുന്നത്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത് അമ്പിയാക്കളുടെ കലാമിനോട് തുല്യമായ കലാമായിരുന്നു ഹസൻ്റെത്. അത്രയും ഫസാഹത്തും ബലാഹത്തും അർത്ഥ ഗാംഭീര്യവുമുള്ള വാക്കുകളായിരുന്നു. അതിനുള്ള കാരണം ഇതാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്താണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹു മദീനയിലെ പള്ളിയിൽ സ്വഹാബത്തുകൾ ആര് വരുമ്പോഴും, വലിയ വലിയ മഹാന്മാരായ സ്വഹാബത്ത് എല്ലാവരും വലിയവർ തന്നെയാണ്, ആ സ്വഹാബികൾ പള്ളിയിൽ വരുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹസനെ അങ്ങോട്ട് അയക്കും. എന്നിട്ട് അവരോട് പറയും, ഒന്ന് മന്ത്രിച്ചു കൊടുക്കണം, ദുആ ചെയ്ത് കൊടുക്കണം ഹസനെ. അങ്ങനെ എല്ലാവരും ഹസൻ റളിയല്ലാഹു അൻഹുവിനക്ക് വേണ്ടി തലയിൽ കൈ വെച്ച് ഊതിക്കൊടുക്കൽ പതിവായിരുന്നു, ദുആ ചെയ്ത് കൊടുക്കൽ പതിവായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പം ഹസൻ ബസ്രിക്ക് 2 വയസ്സാണുള്ളത്. വഫാത്തിൻ്റെ 2 വർഷം മുമ്പാണ് ഹസൻ ബസ്രി ജനിക്കുന്നത്. അന്ന് ഹസൻ ബസ്രിയെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമർ ഖത്താബിൻ്റെ അടുക്കലേക്ക് മടിയിൽ വെച്ച് കൊടുത്തയച്ചു. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത് കൊടുത്ത ദുആ ഉണ്ട്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഹബ്ബിബ്ഹു ഇലന്നാസ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ദുആണ്, പഠിച്ചോനെ ഈ കുട്ടിയെ നീ ദീനിൽ ഫഖീഹാക്കണേ, അവനെ ജനങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനുമാക്കണേ. വലിയ അത്ഭുതമല്ലേ? ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ലോകത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മഹാനാണ്. മദ്ഹബിൻ്റെ വ്യത്യാസങ്ങളില്ല, ആശയത്തിൻ്റെ പ്രശ്നങ്ങളില്ല. ഹസൻ ബസ്രി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ധാരാളം ചരിത്രങ്ങളുള്ള മഹാനാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരിയുടെ ഒരു തഹ്ഖീഖ്, ഒരു ദീർഘവീക്ഷണം, ഹസൻ ബസ്രിയെ ആദ്യമായി പറയുന്നത് ഈ മുർത്തക്കിബുൽ കബീറത്ത് അല്ലെങ്കിൽ ദോഷമോ ചെയ്തവർ ദീനിൽ നിന്ന് പുറത്തു പോകൂലേ എന്നുള്ള ചർച്ചയിലാണ്. അതാണ് അവിടെ നമ്മളെ ബാബ് എന്താ? വലാ യുകഫറു സാഹിബുഹാ ബിർതികാബിഹാ ഇല്ലാ ബിശിർക്കി എന്ന് പറയുന്ന ബാബ്. ദോഷം ചെയ്തവൻ, എത്ര വലിയ ദോഷമാണെങ്കിലും ദോഷം ചെയ്തവൻ ശിർക്ക് കൊണ്ട് മാത്രമേ ദീനിൽ നിന്ന് പുറത്തു പോവുള്ളൂ, അല്ലാത്തവൻ മുസ്ലിമാണ് എന്ന ബാബിലാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്. എന്താ കാരണം? ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ ഒരു ചർച്ച നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ശറഉൽ അഖായിദിൻ്റെ തുടക്കത്തിൽ ഈ ചർച്ച പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ബസ്രയിലെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഒരാൾ വന്ന് ചോദിക്കുന്നത്, യാ ഇമാമദ്ദീൻ ലഹറ ഫീ സമാനിനാ ജമാഅത്തുൻ യുകഫിറൂന സാഹിബൽ കബീറ വജമാഅത്തുൻ യഖൂലൂന ലാ യദുറു മഅൽ ഈമാനി മഅസിയ
യാ ഇമാമദ്ദീൻ, ദീനിൻ്റെ ഇമാമായിട്ടുള്ളവരെ, ഇന്ന് ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു വന്തോഷം ചെയ്തവർ കാഫിറാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട്, ഈമാനുണ്ടോ, ഒരു ദോഷം ചെയ്തിട്ടും ഒരു ദോഷവും ഏത് ദോഷം ചെയ്താലും അതുകൊണ്ട് ഒരു ഉപദ്രവമില്ല, എന്ത് തമ്മാഴത്തിലും ചെയ്യാം എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. ഫകൈഫ തഅ്മുറു അൻ നഅ്തഖിദ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം എന്നാണ് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ. അങ്ങനെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. എന്താണ് മുർത്തക്കിബുൽ കബീറത്ത്? ഒരു വിശാലമായ ചർച്ച ഉണ്ട് അവിടെ. മഹാനവർ പറയുന്നുണ്ട്, ദോഷങ്ങൾ ചെയ്യുന്നവർക്ക് ഹദീസുകളിലും ഖുർആനിലും ധാരാളം ഭീഷണികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന ഹദീസിൽ ഫിന്നാർ, ഇങ്ങനെ ദോഷം ചെയ്ത പലർക്കും പല ദോഷങ്ങൾക്കും പല ശിക്ഷയും വന്നിട്ടുണ്ട്. ഒരു മാളത്തിൽ ഒരു വലിയ വിഷമുള്ള പാമ്പുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് ആ മാളത്തിൽ കൈയിടുന്നവൻ അവനവിടെ പാമ്പുണ്ട് എന്ന് വിശ്വസിച്ചവനല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന ദോഷത്തിനൊക്കെ ഇന്ന ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും വിശദീകരിച്ചതിൻ്റെ ശേഷം പിന്നീട് ആ ദോഷം ചെയ്യുന്നവൻ ആ ആയത്തിന് അംഗീകരിച്ചവനല്ല. ഇത് പിടിച്ചിട്ടാണ് ചിലർ പറയല് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ദോഷം ചെയ്തവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മുർത്തക്കിബുൽ കബീറത്ത് ദോഷിയാണ്, അല്ലാഹു തആലാന്റെ മശിയത്തിലുള്ളവരാണ്. അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവനക്ക് പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അല്ലാഹു തആല അവനെ ശിക്ഷിക്കും, നരകത്തിൽ ശാശ്വതനല്ല എന്നുള്ള വിഷയമെല്ലാം പറയുമ്പോഴാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ടായിരുന്ന വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന മനുഷ്യൻ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. വാസിനാത്താവും വലിയ ബുദ്ധിമാനാണ്, എല്ലാവരും പ്രശംസകൾ ഏറ്റുവാങ്ങിയവരാണ്. പക്ഷെ അദബ് കേട് സമ്മതിച്ചു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ ഒരുങ്ങുന്നതിൻ്റെ മുമ്പ് വാസിൽ സദസ്സിൽ നിന്ന് എഴുന്നേറ്റു, കുറച്ച് മാറി നിന്നു. എന്നിട്ട് വാസിൽ പറഞ്ഞു, സ്വാഹിബുൽ, ഈ ചോദ്യത്തിന് മറുപടിയായിട്ട്, സ്വാഹിബുൽ കബീരി ലാ മൂമിനുൻ വലാ കാഫിറുൻ, വന്തോഷം ചെയ്തവൻ മൂമിനും അല്ല കാഫിറും അല്ല. എന്നിട്ട് പള്ളിയുടെ ഒരു തൂണിൻ്റെ അടുത്തേക്ക് മാറി നിന്നുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ചു, സ്വാഹിബുൽ കബീറത്തി ലാ മൂമിനുൻ വലാ കാഫിറുൻ. എന്നിട്ട് പറയാണ്, ഇമ്മാ തബിലാ തൗബത്തിൻ ദഖലന്നാർ വലാകിൻ അദാബുഹു അഖഫു മിൻ അദാബിൽ കുഫാർ. വാസിലിൻ്റെ വാക്ക്, വാസിമേത്താവിൻ്റെ വാക്കാണ്. അവൻ തൗബ കൂടാതെ വന്തോഷം ചെയ്തവൻ മരിച്ചു പോയാൽ അവൻ നരകത്തിൽ കടക്കും. പക്ഷേ കുഫാറിൻ്റെ അദാബിനേക്കാളും കുറഞ്ഞ അദാബേ ഉണ്ടാവുള്ളൂ. മുഖല്ലതും ഫിന്നാറാണ്, മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ. എന്താ, കാഫിറും അല്ല ഓന്, യഥാർത്ഥ മൂമിനും അല്ല. അതാ മൻസിലത്തും ബൈനൽ മൻസിലത്തൈൻ. ഓൻ നരകത്തിൽ ശാശ്വതനാണ്. ഓൻ എപ്പോഴും ഖിയാമെന്ന എന്നും നരകം മുഖല്ലതും ഫിന്നാറാണ്. പക്ഷേ അവനിക്കുള്ള ശിക്ഷ മറ്റുള്ള ഒറിജിനൽ കാഫിറിനേക്കാൾ അത്ര തന്നെ ഗൗരവം ഉണ്ടാവില്ല. എന്നാലും മുഖല്ലതും ഫിന്നാറാണ്. എന്നാലും നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്താണ് എന്നർത്ഥത്തിനല്ല, നരകത്തിൽ ശാശ്വതനാണ് എന്നാ വാസിൽ പറയുന്നത്. ഈ ഒരു സംഭവം ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുമായി നടന്നത് കൊണ്ടിട്ടാണ് ഈ ബാബിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തൊട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇമാം ബുഖാരിയുടെ ഹിക്മത്ത് വല്ലാത്ത ഹിക്മത്താണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരാളെയും പേടിയില്ലായിരുന്നു. അല്ലാഹുവിനല്ലാതെ ഒരാളെയും പേടിക്കാത്ത മഹാനാണ്. മഹാൻ്റെ കാലത്ത് ഭരണകർത്താവ് പരിശുദ്ധ ദീനിന് വേണ്ടി ഭരിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന നേതാക്കളാണെങ്കിൽ അവർക്ക് അനുസരിക്കുകയും അവരുടെ ഗവർണറായും അവരുടെ ഉദ്യോഗസ്ഥന്മാരായും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബസ്രയിലെ ഭരണാധികാരിയായി അമീറായി ഹസൻ ബസ്രി നിശ്ചയിച്ചു. അത് ഏറ്റെടുക്കുകയും ചെയ്തു. അത് ഏറ്റെടുത്തു. ആ സ്ഥാനാരോഹണ ചടങ്ങിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താ? ലഖദ് വല്ലൈതു ഖളാ അൽ ബസ്റ സയ്യിദത് താബിഈൻ എന്നാ പറഞ്ഞത്. ബസ്രയിലൂടെ ഖളാഇനെ ഞാൻ ഖാദിസ്ഥാനം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു താബീങ്ങളിൽ നിന്നുള്ള സയ്യിദിനെ, നേതാവിനെ. താബീങ്ങളിൽ നിന്നുള്ള സയ്യിദാണ്, നേതാവ്. അതാ ഹസൻ ബസ്രിന്റെ സ്ഥാനപ്പേരാണ് സയ്യിദു താബിഈൻ. അത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖാദിയാരോഹണ ചടങ്ങിൽ പേരിട്ട പേരാണ്. ലഖദ് വല്ലൈതു ഖളാ അൽ ബസ്റ സയ്യിദത് താബിഈൻ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അവരെല്ലാം പറഞ്ഞാൽ തീരൂല. എന്നാലും ബർക്കത്തിന് വേണ്ടി ഒന്ന് രണ്ട് ചരിത്രങ്ങളോട് പറയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഇറാഖിൽ തന്ത്രപ്രധാന സ്ഥലത്ത് ഒരു വലിയ കൊട്ടാരം പണിതു അവനിക്ക് താമസിക്കാൻ വേണ്ടി. വലിയ കൊട്ടാരം, അന്നത്തെ കാലത്ത് ലഭ്യമായ എല്ലാ ആഡംബര വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം അത് കാണാൻ വേണ്ടി പൊതുജനങ്ങൾ ദർശനത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ഹജ്ജാജ് അവിടെ ചാരന്മാരെ നിശ്ചയിച്ചു. എല്ലാവരും എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് കേൾക്കണം, അറിയണം എന്ന്. അങ്ങനെ വിളംബരം ചെയ്തു. എല്ലാവർക്കും പൊതുദർശനത്തിലേക്ക് വെച്ചിട്ടുണ്ട് കൊട്ടാരം, ഹജ്ജാജിൻ്റെ കൊട്ടാരം. അങ്ങനെ ആളുകൾ വന്നു, അത്ഭുതപ്പെടൽ തുടങ്ങി. നമുക്കും വേണം ഇതുപോലെ ഒന്ന് എന്ന് പണക്കാർ നിശ്ചയിക്കൽ തുടങ്ങി. ഒന്ന് കാണുമ്പോഴാണല്ലോ മറ്റൊന്നിലും അതിലും അതുപോലത്തതും അതിലും വലിയതെടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ ചെയ്യുന്ന മാതിരി തന്നെ വീടെടുക്കുമ്പം വലിയത് ഒരാളെടുത്താൽ അതിൻ്റെ മോഡൽ മനസ്സിലാക്കി പിന്നെ അതിലില്ലാത്ത വേറെന്താ ഉള്ളത്. ഒരാൾ 10 കോടിൻ്റെ വീടെടുത്താൽ 20 കോടിൻ്റെ വീടെടുക്കാൻ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ ചിലവാക്കേണ്ടത്. എത്ര ചിലവാക്കിയാലും മണ്ണും കല്ലും തന്നെയാണ് അതിനുള്ളിൽ തന്നെയാണ് ഉണ്ടാകുക, വെറുതെയാണത്. പക്ഷേ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. ദുനിയാവുമായി ജനങ്ങൾ അടുക്കണം എന്നാലല്ലേ ഹജ്ജാജിനെ പുരോഗതിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് കാഴ്ചക്ക് വെച്ചു. ഈ വിവരം ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. അവരും കാണാൻ ചെന്നപ്പോൾ അവർ അവിടെ വെച്ച് പരസ്യമായി ജനങ്ങളോടായി പറയാണ്, ഇതിലും വലിയ കൊട്ടാരം പണിതത് ഫിർഔനാണ്. അവനിക്ക് അത് ശാശ്വതമായി താമസിക്കാനോ അത് ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഖബീസിനിക്കും അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതുപോലെയുള്ള കുറേ പ്രയോഗങ്ങൾ പ്രയോഗിച്ചു. ജനങ്ങളെ ഇതുപോലെയുള്ള ദുന്യവിയായ ആഡംബരങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ ഹസൻ ബസ്രി അള്ളാഹിനെ സ്നേഹിക്കുന്നവർ, ഹജ്ജാജിനെ സംബന്ധിച്ച് അറിയുന്നവർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മതി, നീ നിർത്തണം, മതി എന്നെല്ലാം പറഞ്ഞു. അവസാനം ഹസൻ ബസ്രി റളിയല്ലാഹു തിരിഞ്ഞു പോയി. പിറ്റേന്ന് രാവിലെ ഹജ്ജാജ് അവൻ്റെ മജ്‌ലിസിലിരുന്നു. വലിയ ദേഷ്യത്തോടു കൂടെ അവൻ്റെ വികൃതമായ മുഖത്തിൻ്റെ എത്രത്തോളം വികൃതമാക്കാൻ പറ്റുമോ അത്രത്തോളം കാണിച്ചുകൊണ്ട്. ഹജ്ജാജിൻ്റെ മുഖം വികൃതാണെന്ന് പറഞ്ഞാൽ മഹാന്മാർ അവൻ്റെ മുഖത്തിനെ പറ്റി പറയൽ ഈ പല കിതാബുകളിലും കാണാം. ഈ ചെറിയ കുട്ടികൾ വയറിന് സുഖമില്ലാതെ ലൂസായി കാഷ്ടിച്ചതിൽ കോഴി കൊത്തിയതുപോലെയായിരുന്നു അവൻ്റെ മുഖം. അവൻ്റെ മുഖത്തിന് അങ്ങനെ വർണ്ണിക്കൽ. അങ്ങനെ മുഴുവനും പുള്ളിയും കുത്തും കുഴിയും എല്ലാമുള്ള മുഖമാണ്. വസൂരിയുടെ കലയുള്ള മുഖമാണ്. ആ ഭംഗിയുള്ളവനല്ല ഹജ്ജാജ്. ആ ഹജ്ജാജിൻ്റെ ചർച്ചയിൽ രാവിലെ വന്നിട്ട് പറയാണ്, ഇറാഖിൽ ഒരു മനുഷ്യനില്ലേ, ഒരു തമ്മാടി നമ്മളെ സംബന്ധിച്ച് വല്ലാതെ വിമർശിച്ചപ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരാൾക്കും അവനെ വിമർശിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അവരെ തടയാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അവൻ്റെ രക്തം ഞാൻ എല്ലാവരെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും.
എന്ന് പറയുകയും ആരാച്ചാരെ വിളിക്കുകയും കൊല്ലാനുള്ള എല്ലാം തയ്യാറാക്കുകയും അതിലേക്ക് വിരിപ്പ് വിരിക്കുകയും എല്ലാം ചെയ്തു. പോലീസുകാരോട് പറഞ്ഞു, ഹസനെ കൊണ്ടുവരണം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു ഇവൻ്റെ സദസ്സിലേക്ക് കൊല്ലാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആ സമയത്ത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു ദുആയിരുന്നു. അല്ലാഹുമ്മ യാ വലിയ നിഅമതി വമലാദി ഇൻദ ഖുർബതി ഇജ്അൽ നിഖ്മതഹു ബർദൻ വസലാമൻ അലയ്യ കമാ ജഅൽത അൻ-നാറ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് വല്ല മനസ്സ് ചുണ്ടനക്കും കൊണ്ടാണ് സദസ്സിലേക്ക് വരുന്നത്. ഹസൻ ബസ്രിയെ കണ്ടപ്പോൾ ഹജ്ജാജ് എഴുന്നേറ്റു. ഹജ്ജാജിൻ്റെ സ്വന്തം തൊട്ടടുത്തിരുത്തി കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്, എന്താ നടക്കുന്നത്. കൊല്ലാൻ വേണ്ടി വാളുമായിരിക്കുന്ന അരാച്ചാരെ ഹാജരാക്കി ഞങ്ങളെക്കൊണ്ട് രക്തം കുടിപ്പിക്കും എന്ന് പറയുന്ന ഹസനെ കണ്ടപ്പോൾ ഹജ്ജാജിൻ്റെ കോലം മാറി. പല കാര്യങ്ങളും ചോദിച്ചു, കുശലാന്വേഷണങ്ങൾ നടത്തി. ഏറ്റവും വലിയ വിലപിടിപ്പുള്ള അത്തർ കൊണ്ടുവന്നു ഹസൻ ബസ്രിക്ക് തേച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അന്ത സയ്യിദുൽ ഉലമാ യാ അബാ സഈദ്. സയ്യിദു താബിഈൻ എന്ന് ഹസൻ ബസ്രിക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കൊടുത്ത മാതിരി ഇവൻ അന്ന് വിളിച്ച പേരെന്താ, അന്ത സയ്യിദുൽ ഉലമാ യാ അബാ സഈദ്. നിങ്ങളാണ് സയ്യിദുൽ ഉലമാ യാ അബാ സഈദ് എന്ന് സയ്യിദുൽ ഉലമാ എന്ന് പേര് കൊടുത്തു. അവിടുന്ന് ആനയിച്ചു, പറഞ്ഞയച്ചു. അപ്പോൾ ഒരു ഗേറ്റ് മാൻ ചോദിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്, നിങ്ങൾ ചുണ്ടനക്കുന്നത് കേട്ടിരുന്നല്ലോ, അതെന്താണ്? ആ ദിക്റിൻ്റെ ദുആൻ്റെ പവറാണത്. മറ്റേ ഹജ്ജാജ് ഒരാളെയും വിട്ടിട്ടില്ല. ഹജ്ജാജ് കൊല്ലണമെന്ന് വിചാരിച്ച ഒരാളെയും കൊല്ലാതെ വിട്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് ദുആ പറഞ്ഞു കൊടുത്ത്, ഇന്ന ദുആ ഞാൻ ദുആ ചെയ്തത്. അവർക്ക് മഹാന്മാരായ ഭരണാധികാരികളെ നല്ലതുപോലെ ഉപദേശിക്കുമായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഏറ്റെടുത്തപ്പോൾ ഹസൻ ബസ്രി കത്തെഴുതിയിട്ടുണ്ട്. ആ കത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: നിങ്ങൾ ഒരു മുതലാളി അദ്ദേഹത്തിൻ്റെ അടിമകളെ മുതലാളി നാട് വിട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥരെ മുതലേൽപ്പിച്ചു, അവരെ കുട്ടികളെ മക്കളെയും ഏൽപ്പിച്ചു. എന്നിട്ടിത് നല്ല നിലക്ക് ഈ സമ്പത്തിനെ മക്കളിലും ഭാര്യമാരിലും ചെലവഴിക്കണമെന്ന് പറഞ്ഞു കൊടുത്തു വിട്ടു. അങ്ങനെ ഈ കാര്യസ്ഥൻ സമ്പത്തിനെ അനാവശ്യമായി ചെലവഴിച്ച് അത് നശിപ്പിച്ച് കളയുകയും മക്കളെയും ഭാര്യമാരെയും തിരിഞ്ഞു നോക്കാതെ നിന്നു എല്ലാം നശിപ്പിച്ചു. ഇതുപോലെ നിങ്ങൾ ആവരുതേ എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ഹസൻ ബസ്രി റളിയല്ലാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു പറയുന്നത് നമ്മൾ പറഞ്ഞു. മഹാന്മാർ പറയുന്നത് എന്താ, അമ്പിയാക്കളുടെ കലാമിനോട് തുല്യമാകുന്ന കലാമായിരുന്നു ഹസൻ ബസ്രിയുടെ കലാമുകൾ, വയലുകൾ എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്താൽ നമുക്ക് ധാരാളം കാണും. അവരുടെ പ്രയോഗത്തിൽപ്പെട്ടതാണ്. മനസ്സ് കുലുക്കുന്ന പല പ്രയോഗങ്ങളുമുണ്ട്. ഒരു ദിവസം ഒരാൾ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിലേക്ക് വരികയാണ്. എന്നിട്ട് അയാൾ പറയാണ്, ഇന്നല്ലാഹ ഖദ് അഅതാനി കുല്ല ഷൈഇൻ വലാ അജിദു അന്നി മഹ്റൂമുൻ മിൻ ഷൈ. അല്ലാഹു തആല എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് അള്ളാഹു എന്നെ തടഞ്ഞതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹൽ തഖൂമുൽ ലൈൽ, നീ ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ? ഫഖാലല, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കലില്ല. ഫഖാല കഫാക അൻ ഹറമകല്ലാഹു മുനാജാതഹു. കണ്ടോ, അയാൾ പറഞ്ഞെന്താ, എനിക്ക് എല്ലാം അള്ളാഹു തന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് തരാത്തതായിട്ട് എനിക്കില്ല. മുഴുവൻ ദുന്യവിയായ ആ സുഖവും എല്ലാം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ദുന്യാവിൽ മനുഷ്യനിക്ക് എന്തെല്ലാം കിട്ടുമോ അത് മുഴുവൻ കിട്ടിയിട്ടുണ്ട്. ഹസൻ ബസ്രി തങ്ങൾ ചോദിക്കുന്നു, നീ തഹജ്ജുദ് നിസ്കരിക്കലില്ലല്ലോ? ഞാൻ നിസ്കരിക്കലില്ല. അല്ലാഹു തആലാനോട് അഭിമുഖമായി സംസാരിക്കാനുള്ള ഒരു അവസ്ഥ, ഒരു ചാൻസ് എനിക്ക് തന്നീല എന്നത് പോരെ അള്ളാഹ് തടഞ്ഞത്. അതെനിക്ക് അള്ളാഹ് തടഞ്ഞില്ലേ, അതിനല്ല ഏറ്റവും വലിയ ഭാഗ്യദോഷം. വേസ്റ്റുകളും
ദുന്യവിയായ ആവശ്യ സാധനങ്ങളും തന്നു എന്നല്ലാതെ യഥാർത്ഥ മുതലാളിയോട് അഭിമുഖമായി സംസാരിക്കാൻ ആ സദസ്സിലേക്ക് നിന്നെ അടുപ്പിച്ചില്ല എന്നത് പോരെ അള്ളാഹു തടഞ്ഞത്. അതുപോലെ മഹാന്മാர்கள் പറയപ്പെട്ടതാണ് ഖുർആനിലെ 90 സ്ഥലത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല റിസ്കിനെ ഏറ്റെടുത്തിട്ടുണ്ട്, കണക്കാക്കിയിട്ടുമുണ്ട്, അത് ഏറ്റെടുത്തിട്ടുമുണ്ട്, അത് അതാത് സമയത്ത് അള്ളാഹ് കൊടുക്കുകയും ചെയ്യുമെന്ന്. എന്നാൽ ഖുർആനിലെ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ശൈത്താൻ നിങ്ങളെ ഫക്കീർ തരത്തെ നിങ്ങളോട് വാഗ്ദാനം ചെയ്യും. ശൈത്താൻ നിങ്ങളോട് ഫക്കീർ തരത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും. എന്നാൽ അല്ലാഹു തആല 90 സ്ഥലത്ത് പറഞ്ഞതിൽ നമുക്ക് സംശയമാണ്, അത് കിട്ടുമോ കിട്ടൂലേ. ശൈത്താൻ പറഞ്ഞതിനെ വാസ്തവമാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഫക്കീർ തരമില്ലാതെക്കാൻ വേണ്ടിയിട്ട് കോഴി അധ്വാനിക്കും പോലെ അധ്വാനിക്കാണ് നിങ്ങൾ. അല്ലാഹു തആല അത് റിസ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറഞ്ഞ് അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ തയ്യാറില്ല. മറ്റൊരു ഭാഗത്ത് ഹസനുള്ളാഹിൻ്റെ കലാം പറഞ്ഞാൽ മനസ്സ് വലിയ ഇബ്നു സിക്കന്ദറിൻ്റെ ഇക്കമിനേക്കാളും എത്രയോ വലിയ ഗൗരവമുള്ള വാക്കുകളാണ്. യബ്ന ആദം നഹാറുക ലൈഫുക് ഫഹ്സിൻ ഇലൈഹി ഫഇന്നക ഇൻ അഹ്സൻത ഇലൈഹി ഇർതഹല യഹ്മദുക വഇൻ അസഅത ഇലൈഹി ഇർതഹല യദുമ്മുക. മനുഷ്യ, നിന്റെ പകലുകൾ നിന്റെ വിരുന്നുകാരനാണ്, നീ അതിനേക്ക് ഗുണം ചെയ്യണം. ഗുണം ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുമ്പോൾ നിന്നെ സ്തുതിച്ച് കൊണ്ടുപോകും. നീ നിന്റെ പകലിനേക്ക് എന്തെങ്കിലും അല്ലാഹു തആല വിരോധിച്ച കാര്യം ചെയ്ത് അതിനെ തൃപ്തിയാക്കാതെ വിട്ടാൽ അത് നിന്നെ ആക്ഷേപിച്ചു കൊണ്ട് തിരിച്ചു പോകും. വിരുന്നുകാരനാണത്. മറ്റു സമയത്ത് മഹാന്മാർ പറഞ്ഞു തൂബൂ ഇലല്ലാഹ് മിൻ കസ്റത്തിൻ നൗമി വത്തആം. ദോഷത്തിനെ തൊട്ടല്ല തൗബ ചെയ്യേണ്ടത്. അള്ളാഹിന്റെ ഇബാദത്തിന് വേണ്ടി പഠിച്ച മനുഷ്യൻ ധാരാളമായി ഉറങ്ങുന്നു, ധാരാളമായി ഭക്ഷിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കുറേ സമയം അതിന് വേണ്ടി ചിലവഴിക്കുന്നു, പിന്നെ ഉറങ്ങാനും ഇബാദത്തിനൂടെ സമയം. അങ്ങനെ കസ്റത്തുന്നൗം കസ്റത്തു തൗബിൻ തആം. അതിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. മറ്റൊരു സമയത്ത് പറഞ്ഞു മയ്യിത്തുൽ ഗദി യുസയ്യിഉ മയ്യിത്തുൽ ഗദി യുസയ്യിഉ മയ്യിത്തൽ യൗം. ഇന്നത്തെ മയ്യത്തിനെ നാളത്തെ മയ്യത്താണ് പരിപാലിക്കുന്നത്. എത്ര അത്ഭുതമാണ്! ബേജാറുടിച്ച വാക്കുകൾ, അങ്ങ് ചിന്താവഹമായ ധാരാളം വാചനങ്ങളുള്ള ലോകത്ത് തുല്യതയില്ലാത്തൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഹസൻ ബസരി. അവിടെ ബർക്കത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. അവരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ അരമണിക്കൂറല്ല, 1 മണിക്കൂറല്ല, മണിക്കൂറുകളോളം ചർച്ച ചെയ്താലും അവരെ സംബന്ധിച്ച് മഹാന്മാരെ എഴുതി വെച്ചത് വായിച്ചു തീർക്കാൻ സാധ്യമല്ല.